ഈ കാണുന്നതാണ് കൊല്ലൂർ കാടുകൾ. കൊല്ലൂർ മൂകാംബികയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ഈ കാടുകളിലൂടെയാണ് നമ്മൾ കാറിൽ ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് മഹാലക്ഷ്മി റെസിഡൻസി. കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റെസിഡൻസി വരുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി നമുക്ക് തൊട്ട് ഓപ്പോസിറ്റായിട്ട് കൊല്ലൂർ മൂകാംബികയുടെ ആയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ളൊരു റെസിഡൻസിയാണ്. ഈ പ്രൈസിന് എനിക്ക് എന്തായാലും വെർത്തായിട്ട് തോന്നി ഈ റെസിഡൻസി. ഇതിനേക്കാട്ട് പ്രൈസ് കുറഞ്ഞ റെസിഡൻസീസും കൊല്ലൂർ മൂകാംബികയിൽ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം ഓർഡർ ചെയ്തൊരു ചായയും അതുപോലെ ലൈം സോഡയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ലൈം സോഡ ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ മഹാലക്ഷ്മി റെസിഡൻസിയുടെ തന്നെ അവരുടെ മെനു ഐറ്റംസൊക്കെ അവരുടെ റൂമുകളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂമിലേക്ക് കോൾ ചെയ്താൽ അവർ ഫുഡ് കൊണ്ടുവരുന്നതാണ്. തമിഴ്നാട്, കേരള അതുപോലെ തന്നെ കർണാടക ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫുഡും അവർക്ക് അവൈലബിൾ ആണ്. അവരുടെ മെനുവിൽ തന്നെ എല്ലാ ഫുഡും കൊടുത്തിട്ടുണ്ട്. അതിലുള്ളതൊക്കെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം റീസണബിൾ റേറ്റും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചത് ഒരു പുലാവാണ്. ഞാൻ കഴിച്ചൊരു പുലാവും അതുപോലെ അവരുടെ സാലഡുമാണ്. കുറച്ച് ക്വാണ്ടിറ്റി പുലാവ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ പുലാവായിരുന്നു. 3 മൂകാംബിക ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അന്നദാനം അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്.